ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമുക്ക് ഇൻഫോസിലേക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ജനുവരി 1 2021 എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ 2021 ആദ്യത്തെ വീഡിയോ ആണ് നമ്മുടേത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് കറണ്ട് അഫയേഴ്സുമാണ്. കഴിഞ്ഞു പോയ അതായത് 2020 റിലേറ്റ് ചെയ്തിട്ടുള്ള കറണ്ട് അഫയേഴ്സുമായിട്ട് റിലേറ്റ് 5 ചോദ്യങ്ങൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക. ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ഏറ്റവും കുറവ് ശിശുമരണ നിരക്കുള്ള സംസ്ഥാനം കേരളം. ഇന്ത്യയിൽ ഏറ്റവും കുറവ് ശിശുമരണ നിരക്കുള്ള സംസ്ഥാനം കേരളം. കാർഷിക മേഖലയിൽ ഭക്ഷ്യ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി സുഭിക്ഷ കേരളം. കാർഷിക മേഖലയിൽ ഭക്ഷ്യ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി സുഭിക്ഷ കേരളം. കേരളത്തിൻ്റെ പുതിയ ചീഫ് സെക്രട്ടറി വിശ്വാസ് മേത്ത. കേരളത്തിലെ പുതിയ ചീഫ് സെക്രട്ടറി വിശ്വാസ് മേത്ത. കേരളത്തിലെ ആദ്യ വനിതാ DGP എന്ന ബഹുമതി നേടിയ ഉദ്യോഗസ്ഥ ആർ ശ്രീലേഖ. കേരളത്തിലെ ആദ്യ വനിതാ DGP എന്ന ബഹുമതി നേടിയ ഉദ്യോഗസ്ഥ ആർ ശ്രീലേഖ. കേരള ഹൈക്കോടതിയുടെ ആദ്യത്തെ വനിതാ രജിസ്ട്രാർ ജനറൽ സോഫി തോമസ്. കേരള ഹൈക്കോടതിയുടെ ആദ്യത്തെ വനിതാ രജിസ്ട്രാർ ജനറൽ സോഫി തോമസ്. കേരളത്തിൽ മദ്യ വിൽപ്പനയ്ക്കായി ബിവറേജ് കോർപ്പറേഷൻ തുടങ്ങിയ മൊബൈൽ ആപ്പ് വെബ്ക്യൂ. കേരളത്തിൽ മദ്യ വിൽപ്പനയ്ക്കായി ബിവറേജ് കോർപ്പറേഷൻ തുടങ്ങിയ മൊബൈൽ ആപ്പ് വെബ്ക്യൂ. ദേശീയ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ പ്രമേയം പാസാക്കിയ ആദ്യ സംസ്ഥാനം കേരളം. ദേശീയ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ പ്രമേയം പാസാക്കിയ ആദ്യ സംസ്ഥാനം കേരളം. ശബരിമല യുവതീ പ്രവേശന വിഷയം പരിഗണിക്കാനുള്ള 9-അംഗ സുപ്രീം കോടതി ബെഞ്ചിന്റെ അധ്യക്ഷൻ ചീഫ് ജസ്റ്റിസ് SA ബോബ്ഡെ. ശബരിമല യുവതീ പ്രവേശന വിഷയം പരിഗണിക്കാനുള്ള 9-അംഗ സുപ്രീം കോടതി ബെഞ്ചിന്റെ അധ്യക്ഷൻ ചീഫ് ജസ്റ്റിസ് SA ബോബ്ഡെ. അടുത്ത ക്വസ്റ്റ്യൻ, കേരള മീഡിയ അക്കാദമിയുടെ ദേശീയ മാധ്യമ പുരസ്കാരം നേടിയ വ്യക്തി N. റാം. കേരള മീഡിയ അക്കാദമിയുടെ ദേശീയ മാധ്യമ പുരസ്കാരം നേടിയ വ്യക്തി N. റാം. നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആത്മഹത്യാ നിരക്കുള്ള നഗരം കൊല്ലം. നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആത്മഹത്യാ നിരക്കുള്ള നഗരം കൊല്ലം. അടുത്ത ക്വസ്റ്റ്യൻ, വിദ്യാർത്ഥികളുടെ മാനസിക പിരിമുറുക്കം ലഘൂകരിക്കുന്നതിനായി കേരളത്തിൽ ആരംഭിച്ച പദ്ധതി സഹിതം. വിദ്യാർത്ഥികളുടെ മാനസിക പിരിമുറുക്കം ലഘൂകരിക്കുന്നതിനായി കേരളത്തിൽ ആരംഭിച്ച പദ്ധതി സഹിതം. ലഹരി ഉപയോഗവും വിതരണവും സംബന്ധിച്ച വിവരശേഖരണത്തിനായി സംസ്ഥാനത്ത് തുടങ്ങിയ മൊബൈൽ ആപ്പ് യോദ്ധാവ്. ലഹരി ഉപയോഗവും വിതരണവും സംബന്ധിച്ച വിവരശേഖരണത്തിനായി സംസ്ഥാനത്ത് തുടങ്ങിയ മൊബൈൽ ആപ്പ് യോദ്ധാവ്. അടുത്ത ക്വസ്റ്റ്യൻ, കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ പുതിയ പ്രസിഡന്റ് സജൻ കെ വർഗീസ്. കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ പുതിയ പ്രസിഡന്റ് സജൻ കെ വർഗീസ്. അടുത്ത ക്വസ്റ്റ്യൻ, രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ രാജസ്ഥാനിൽ നിന്നുമുള്ള MPയായി തെരഞ്ഞെടുക്കപ്പെട്ട മലയാളി KC വേണുഗോപാൽ. രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ രാജസ്ഥാനിൽ നിന്നുമുള്ള MPയായി തെരഞ്ഞെടുക്കപ്പെട്ട മലയാളി KC വേണുഗോപാൽ. അടുത്ത ക്വസ്റ്റ്യൻ, കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷന്റെ പുതിയ അധ്യക്ഷൻ KV മനോജ് കുമാർ. കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷന്റെ പുതിയ അധ്യക്ഷൻ KV മനോജ് കുമാർ. അടുത്ത ക്വസ്റ്റ്യൻ, ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ അതായത് ആമസോൺ പ്രൈമിൽ റിലീസ് ചെയ്ത ആദ്യ മലയാള സിനിമ സൂഫിയും സുജാതയും. ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ റിലീസ് ചെയ്ത ആദ്യ മലയാള സിനിമ സൂഫിയും സുജാതയും. ICCയുടെ രാജ്യാന്തര അമ്പയർ പാനലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മുൻ കേരള ക്രിക്കറ്റർ KN അനന്ത പത്മനാഭൻ. ICCയുടെ രാജ്യാന്തര അമ്പയർ പാനലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മുൻ കേരള ക്രിക്കറ്റർ KN അനന്ത പത്മനാഭൻ. കരിപ്പൂർ വിമാനാപകടത്തെപ്പറ്റി അന്വേഷിക്കുന്ന AAIB പാനലിന്റെ തലവൻ ക്യാപ്റ്റൻ SS ചാഹർ. കരിപ്പൂർ വിമാനാപകടത്തെപ്പറ്റി അന്വേഷിക്കുന്ന AAIB പാനലിന്റെ തലവൻ ക്യാപ്റ്റൻ SS ചാഹർ.
2020 കരിപ്പൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ അപകടത്തിൽപ്പെട്ട വിമാനം എയർ ഇന്ത്യ എക്സ്പ്രസ് 91344. 2020 കരിപ്പൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ അപകടത്തിൽപ്പെട്ട വിമാനം എയർ ഇന്ത്യ എക്സ്പ്രസ് 91344. അടുത്ത ക്വസ്റ്റ്യൻ, കരിപ്പൂർ വിമാനാപകടത്തിൽ ജീവഹാനി സംഭവിച്ച മുൻ വ്യോമസേനാ ഉദ്യോഗസ്ഥൻ കൂടിയായ പൈലറ്റ് ക്യാപ്റ്റൻ ദീപക് വി സാദെ. കരിപ്പൂർ വിമാനാപകടത്തിൽ ജീവഹാനി സംഭവിച്ച മുൻ വ്യോമസേനാ ഉദ്യോഗസ്ഥൻ കൂടിയായ പൈലറ്റ് ക്യാപ്റ്റൻ ദീപക് വി സാദെ. അടുത്ത ക്വസ്റ്റ്യൻ, സംസ്ഥാനത്ത് സമ്പൂർണ്ണ ഇന്റർനെറ്റ് ലഭ്യത ലക്ഷ്യമിട്ട് കേരളം പ്രഖ്യാപിച്ച പദ്ധതി കെ ഫോൺ. സംസ്ഥാനത്ത് സമ്പൂർണ്ണ ഇന്റർനെറ്റ് ലഭ്യത ലക്ഷ്യമിട്ട് കേരളം പ്രഖ്യാപിച്ച പദ്ധതി കെ ഫോൺ. സമ്പൂർണ്ണ പാർപ്പിട സുരക്ഷ ലക്ഷ്യമിട്ട് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതി ലൈഫ് മിഷൻ. സമ്പൂർണ്ണ പാർപ്പിട സുരക്ഷ ലക്ഷ്യമിട്ട് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതി ലൈഫ് മിഷൻ. കേന്ദ്ര ഇലക്ട്രോണിക്സ് ആൻഡ് IT മന്ത്രാലയം പ്രഖ്യാപിച്ച ഇന്നൊവേഷൻ ചാലഞ്ചിൽ 1ാം സ്ഥാനം നേടിയ കേരളത്തിൽ നിന്നുള്ള സ്ഥാപനം ടെക്ജൻഷ്യൻ സോഫ്റ്റ്വെയർ ടെക്നോളജീസ് ആലപ്പുഴ. കേന്ദ്ര ഇലക്ട്രോണിക്സ് ആൻഡ് IT മന്ത്രാലയം പ്രഖ്യാപിച്ച ഇന്നൊവേഷൻ ചാലഞ്ചിൽ 1ാം സ്ഥാനം നേടിയ കേരളത്തിൽ നിന്നുള്ള സ്ഥാപനം ടെക്ജൻഷ്യ സോഫ്റ്റ്വെയർ ടെക്നോളജീസ് ആലപ്പുഴ. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിൽ നിന്നുള്ള ടെക്ജൻഷ്യൻ ടെക്നോളജീസിന് ഇന്നൊവേഷൻ ചാലഞ്ച് പുരസ്കാരം നേടിക്കൊടുത്ത വീഡിയോ കോൺഫറൻസിംഗ് സോഫ്റ്റ്വെയർ വി കൺസോൾ. കേരളത്തിൽ നിന്നുള്ള ടെക്ജൻഷ്യ ടെക്നോളജീസ് ഇന്നൊവേഷൻ ചാലഞ്ച് പുരസ്കാരം നേടിക്കൊടുത്ത വീഡിയോ കോൺഫറൻസിംഗ് സോഫ്റ്റ്വെയർ വി കൺസോൾ. അടുത്ത ക്വസ്റ്റ്യൻ, 2019 വ്യവസായ സൗഹൃദ സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ കേരളത്തിൻ്റെ സ്ഥാനം 28. 2019 വ്യവസായ സൗഹൃദ സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ കേരളത്തിൻ്റെ സ്ഥാനം 28. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിൽ പുതിയ മെഡിക്കൽ കോളേജ് നിലവിൽ വന്ന ജില്ല പത്തനംതിട്ടയിലെ കോന്നിയിൽ. കേരളത്തിൽ പുതിയ മെഡിക്കൽ കോളേജ് നിലവിൽ വന്ന ജില്ല പത്തനംതിട്ട കോന്നി. 2020 സംസ്ഥാന സർക്കാരിൻ്റെ സ്വാതി പുരസ്കാരം നേടിയ വയലിനിസ്റ്റ് എൽ സുബ്രഹ്മണ്യം. 2017 പുരസ്കാരമാണ് 2020 സംസ്ഥാന സർക്കാരിൻ്റെ സ്വാതി പുരസ്കാരം നേടിയ വയലിനിസ്റ്റ് എൽ സുബ്രഹ്മണ്യം. അടുത്ത ക്വസ്റ്റ്യൻ, അന്തരിച്ച സംഗീത സംവിധായകൻ MK അർജുനന് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടിക്കൊടുത്ത ചിത്രം ഭയാനകം. അന്തരിച്ച സംഗീത സംവിധായകൻ MK അർജുനന് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടിക്കൊടുത്ത ചിത്രം ഭയാനകം. 2020 ജനുവരിയിൽ GV രാജ പുരസ്കാരം നേടിയ പുരുഷ അത്ലറ്റ് മുഹമ്മദ് അനസ്. 2020 ജനുവരിയിൽ GV രാജ പുരസ്കാരം നേടിയ പുരുഷ അത്ലറ്റ് ആരാണ്? മുഹമ്മദ് അനസ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, 2020 ജനുവരിയിൽ GV രാജ പുരസ്കാരം നേടിയ വനിതാ ബാഡ്മിൻ്റൺ താരം PC തുളസി. 2020 ജനുവരിയിൽ GV രാജ പുരസ്കാരം നേടിയ വനിതാ ബാഡ്മിൻ്റൺ താരം PC തുളസി. അടുത്ത ക്വസ്റ്റ്യൻ, വൈദ്യുതി ഉൽപ്പാദനം 10,000 കോടി യൂണിറ്റ് കടന്ന ഇന്ത്യയിലെ ആദ്യ ജലവൈദ്യുത നിലയമാണ് ഇടുക്കി മൂലമറ്റം. വൈദ്യുതി ഉൽപ്പാദനം 10,000 കോടി യൂണിറ്റ് കടന്ന ഇന്ത്യയിലെ ആദ്യ ജലവൈദ്യുത നിലയമാണ് ഇടുക്കി മൂലമറ്റം. അടുത്ത ക്വസ്റ്റ്യൻ, ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിനായി രൂപീകരിച്ച ഉപദേശ സമിതിയുടെ ചെയർമാൻ ജസ്റ്റിസ് N കൃഷ്ണൻ നായർ. ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിനായി രൂപീകരിച്ച ഉപദേശക സമിതിയുടെ ചെയർമാൻ ജസ്റ്റിസ് N കൃഷ്ണൻ നായർ. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ BJPയുടെ പുതിയ അധ്യക്ഷൻ K സുരേന്ദ്രൻ. കേരളത്തിലെ BJPയുടെ പുതിയ അധ്യക്ഷൻ K സുരേന്ദ്രൻ. അടുത്ത ക്വസ്റ്റ്യൻ, ശ്രീനാരായണ ഗുരുവിൻ്റെ പേരിൽ നിലവിൽ സംസ്ഥാന ഓപ്പൺ സർവകലാശാലയുടെ ആസ്ഥാനം കൊല്ലം. ശ്രീനാരായണ ഗുരുവിൻ്റെ പേരിൽ നിലവിൽ സംസ്ഥാന ഓപ്പൺ സർവകലാശാലയുടെ ആസ്ഥാനം കൊല്ലം. അടുത്ത ക്വസ്റ്റ്യൻ, ബ്രിക്സ് ചലച്ചിത്രോത്സവത്തിൽ മികച്ച നടിക്കുള്ള പുരസ്കാരം നേടിയ മലയാളി താരം കനി കുസൃതി. സിനിമ ബിരിയാണി. ബ്രിക്സ് ചലച്ചിത്രോത്സവത്തിൽ മികച്ച നടിക്കുള്ള പുരസ്കാരം നേടിയ മലയാളി താരം കനി കുസൃതി. സിനിമ ബിരിയാണി. കാസർഗോഡ് ആസ്ഥാനമായ കേന്ദ്ര സർവകലാശാലയുടെ പുതിയ വൈസ് ചാൻസലർ പ്രൊഫസർ S വെങ്കടേശ്വരലു.
കാസർഗോഡ് ആസ്ഥാനമായ കേന്ദ്ര സർവകലാശാലയുടെ പുതിയ വൈസ് ചാൻസലർ പ്രൊഫസർ എസ് വെങ്കടേശ്വരലു. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിൽ ആദ്യമായി കോവിഡ് സമൂഹ വ്യാപനം സ്ഥിരീകരിച്ച പ്രദേശം? പൂന്തുറ, പുല്ലുവിള. കേരളത്തിൽ ആദ്യമായി കോവിഡ് സമൂഹ വ്യാപനം സ്ഥിരീകരിച്ച പ്രദേശം പൂന്തുറ, പുല്ലുവിള. അടുത്ത ക്വസ്റ്റ്യൻ, സെപ്റ്റംബർ 17 നിയമസഭാ അംഗത്വത്തിൻ്റെ 50-ാം വാർഷികം ആഘോഷിച്ച രാഷ്ട്രീയ നേതാവ് ഉമ്മൻചാണ്ടി. സെപ്റ്റംബർ 17 നിയമസഭാ അംഗത്വത്തിൻ്റെ 50-ാം വാർഷികം ആഘോഷിച്ച രാഷ്ട്രീയ നേതാവ് ഉമ്മൻചാണ്ടി. അടുത്ത ക്വസ്റ്റ്യൻ, കാലിക്കറ്റ് സർവകലാശാലയുടെ പുതിയ വൈസ് ചാൻസലർ ഡോക്ടർ എം കെ ജയരാജ്. കാലിക്കറ്റ് സർവകലാശാലയുടെ പുതിയ വൈസ് ചാൻസലർ ഡോക്ടർ എം കെ ജയരാജ്. അടുത്ത ക്വസ്റ്റ്യൻ, മലയാള സർവകലാശാലയുടെ ആദ്യ ഇമെരിറ്റസ് പ്രൊഫസർ പദവി നേടിയ വ്യക്തി എം ഡി വാസുദേവൻ നായർ. മലയാള സർവകലാശാലയുടെ ആദ്യ ഇമെരിറ്റസ് പ്രൊഫസർ പദവി നേടിയ വ്യക്തി എം ഡി വാസുദേവൻ നായർ. മികച്ച സിനിമയ്ക്കുള്ള കേരള സംസ്ഥാന അവാർഡ് നേടിയ ചലച്ചിത്രം വാസന്തി. മികച്ച സിനിമയ്ക്കുള്ള കേരള സംസ്ഥാന അവാർഡ് നേടിയ ചലച്ചിത്രം വാസന്തി. അടുത്ത ക്വസ്റ്റ്യൻ, സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ മികച്ച നടനുള്ള പുരസ്കാരം നേടിയതായി? സുരാജ് വെഞ്ഞാറമൂട്. സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ മികച്ച നടനുള്ള പുരസ്കാരം നേടിയത് സുരാജ് വെഞ്ഞാറമൂട്. സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ മികച്ച നടിക്കുള്ള പുരസ്കാരം നേടിയത് കൈമൾ കുസൃതി. സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ മികച്ച നടിക്കുള്ള പുരസ്കാരം നേടിയത് കൈമൾ കുസൃതി. സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ മികച്ച സംവിധായകനുള്ള പുരസ്കാരം നേടിയത് ലിജോ ജോസ് പെല്ലിശ്ശേരി. സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ മികച്ച സംവിധായകനുള്ള പുരസ്കാരം നേടിയത് ലിജോ ജോസ് പെല്ലിശ്ശേരി. സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ സ്വഭാവ നടനായി തിരഞ്ഞെടുക്കപ്പെട്ട നടൻ ഫഹദ് ഫാസിൽ. കുമ്പളങ്ങി നൈറ്റ്സ്. സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ സ്വഭാവ നടനായി തിരഞ്ഞെടുക്കപ്പെട്ട നടൻ ഫഹദ് ഫാസിൽ, കുമ്പളങ്ങി നൈറ്റ്സ്. സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ ജനപ്രീതിയും കലാമേന്മയുമുള്ള ചിത്രം കുമ്പളങ്ങി നൈറ്റ്സ്. സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ ജനപ്രീതിയും കലാമേന്മയുള്ള ചിത്രം കുമ്പളങ്ങി നൈറ്റ്സ്. അടുത്തത്, ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയുടെ പ്രഥമ വൈസ് ചാൻസലർ ഡോക്ടർ മുബാറക് പാഷ. ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയുടെ പ്രഥമ വൈസ് ചാൻസലർ ഡോക്ടർ മുബാറക് പാഷ. അടുത്ത ക്വസ്റ്റ്യൻ, 2020 JC ഡാനിയൽ പുരസ്കാരം നേടിയ സംവിധായകൻ ഹരിഹരൻ. 2020 JC ഡാനിയൽ പുരസ്കാരം നേടിയ സംവിധായകൻ ഹരിഹരൻ. അടുത്ത ക്വസ്റ്റ്യൻ, പബ്ലിക് അഫയേഴ്സ് സെന്ററിന്റെ ഇൻഡെക്സ് 2020 അനുസരിച്ച് സുസ്ഥിര വികസനം അടിസ്ഥാനമാക്കി മികച്ച ഭരണമുള്ള സംസ്ഥാനങ്ങളിൽ 1-ാം സ്ഥാനം നേടിയ സംസ്ഥാനം കേരളം. പബ്ലിക് അഫയേഴ്സ് സെന്ററിന്റെ ഇൻഡെക്സ് 2020 അനുസരിച്ച് സുസ്ഥിര വികസനം അടിസ്ഥാനമാക്കി മികച്ച ഭരണമുള്ള സംസ്ഥാനങ്ങളിൽ 1-ാം സ്ഥാനം നേടിയ സംസ്ഥാനം കേരളം. 2020 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ സാഹിത്യകാരൻ സക്കറിയ. 2020 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ സാഹിത്യകാരൻ സക്കറിയ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞത് 2019-2020 ബന്ധപ്പെട്ട 9 ചോദ്യങ്ങളാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. അപ്പോൾ